എന്റെ കൊച്ചിന് അങ്ങനെ എന്തെങ്കിലും മരുന്ന് കൊടുക്കണമെങ്കിൽ അത് ഞാൻ കൊടുത്തോളാം. എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഉറങ്ങിയാൽ മതി. ഇല്ലാത്ത മരുന്നിന്റെ പേര് പറഞ്ഞ് ഇനിയും എന്നെ പറ്റിക്കാൻ നിൽക്കണ്ട. നീ ഇത് എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നേ? കുഞ്ഞിന് ഓരോ മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം. അത് ഞാൻ കൊടുത്താൽ ശരിയാവില്ല എന്നാ എന്റെ ചോദ്യം. മരുന്ന് എന്റെ കൈ തന്നാ മതി. ഞാൻ കൊടുത്തിട്ട് കുടിച്ചില്ലെങ്കിൽ കുഞ്ഞങ്ങ് കരയട്ടെ, എത്ര വേണമെങ്കിലും കരയട്ടെ. പക്ഷെ ഇനി ഞാൻ ഇതിന് അനുവദിക്കില്ല. അങ്ങനെ കരഞ്ഞ മോൾക്ക് അസുഖം കൂടുകയുള്ളൂ. നീ കാര്യം അറിയാതാണ് ഓരോന്ന് പറയുന്നത്. കുഞ്ഞ് കരയുന്നതും കൊടുക്കുന്ന മരുന്നും എന്താണെന്ന് നിനക്കറിയോ? സന്ദീപ്, കുഞ്ഞിനെ പിടിക്ക. എന്തായാലും എന്റെ കൊച്ചിന് മാറാരോഗമൊന്നുമില്ലല്ലോ. കുഞ്ഞുങ്ങളാവുമ്പോ വയ്യാഴിക ഉണ്ടാവും, മരുന്ന് കൊടുക്കണം. അത് കൊടുക്കേണ്ടതേ അമ്മയോ അച്ഛനോ വല്യമ്മ തള്ളയല്ല. ചേച്ചിക്ക് ഒരു കുഞ്ഞില്ലാത്തതുകൊണ്ടും ആ അവസ്ഥയെപ്പറ്റി ഓർത്തും എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. അതെന്റെ ചേച്ചിയുടെ വിധിയെപ്പറ്റി ഓർത്ത് മാത്രമാ. എന്റെ മോളെ കയ്യിലേക്ക് തന്ന് ആ വിഷമം പരിഹരിക്കാൻ ഞാൻ തയ്യാറല്ല. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇങ്ങോട്ട് എന്തിനാ വന്നത്? അവിടെ തന്നെ കിടന്നാ പോരായിരുന്നോ? എനിക്ക് ഒരു വഴക്കിനും താല്പര്യമില്ല. താല്പര്യമില്ലെങ്കിൽ എന്താ, അതിനുള്ള സാഹചര്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സന്ദീപിന് എന്താ മനസ്സിലാവാത്തേന്നാ. അതിലൊരർത്ഥവും ഇല്ലാത്തോണ്ട് എന്നെ ഉറക്കി കിടത്തിയിട്ട് എന്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തതിനെ ഞാൻ ചോദ്യം ചെയ്തതാണോ അർത്ഥമില്ലാത്ത കാര്യം? നിന്റെ കുഞ്ഞെന്ന് മാത്രം നീ പറയണ്ട. അതെന്റെ കൂടെ കുഞ്ഞല്ലേ. അപ്പൊ എന്റെ തീരുമാനത്തിന് വില നീ കൽപ്പിക്കണം. അങ്ങനെ വില കൽപ്പിക്കണമെങ്കിലേ സന്ദീപിന്റെ പ്രവർത്തികളും കൂടി കുറച്ച് നന്നായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലത്, ഞാൻ പറയുന്നതാ കുഴപ്പം. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഒരു സംസാരം. ഇപ്പൊ കുറെ നാളായിട്ട് അവരുടെ മുന്നിൽ എന്നെ താഴ്ത്തി കെട്ടിയ സന്ദീപ് സംസാരിക്കാറുള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ആതിരയാണോ അർച്ചനയാണോ സന്ദീപിന്റെ ഭാര്യയെന്ന്. വേണ്ട, അത് വെക്കണ്ട. എപ്പോഴായാലും ഒരു തല്ല് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെക്കാളും വലുത് ഏട്ടത്തിയാണല്ലോ. അതങ്ങനെ തന്നെയാ. നിന്നെക്കാളും വലുത് എനിക്ക് അർച്ചന തന്നെയാ. അതിന്റെ കാരണം വിവരമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.